നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ ഇഷ്ട റേഡിയോ ചാനലായി ഹിറ്റ് 96.7 FM 21 വർഷം പിന്നിടുന്നു. ഒരു മാസം നീണ്ട വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രസകരമായ ഗെയിമുകളും ആക്ടിവിറ്റികളുമാണ് ഹിറ്റ് FM ശ്രോതാക്കൾക്കായി ഒരുക്കിയത്. ജൂണൽ ദുബായ് DIFCയിലെ കാർണിവൽ ബൈ പ്രസിഡന്റിൽ ആണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഈ ചരിത്ര നിമിഷം ഞങ്ങളുടേത് മാത്രമല്ല, ഞങ്ങളെ ദൈനംദിനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഓരോരുത്തരുടേതുമാണെന്ന് പ്രമുഖ അവതാരകനും നടനും ഹിറ്റ് 96.7 FM പ്രോഗ്രാം വിഭാഗ മേധാവിയുമായ മിഥുൻ രമേശ് പറഞ്ഞു. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. 2 ഒമാനി പൌരന്മാരും 3 എമിറാത്തികളുമാണ് മരിച്ചത്. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം തുംറായിത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറിയും അബ്ബാസിയ ഏരിയ സെക്രട്ടറിയുമായിരുന്ന ഷുക്കൂർ മണക്കോട്ട് നിര്യാതനായി. കുവൈറ്റ് KMCCയുടെ ജില്ലാ, മണ്ഡലം, ഏരിയ, യൂണിറ്റ് തലങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു ഷുക്കൂർ മണക്കോട്ട്. വിയോഗം തൃശൂർ ജില്ലാ KMCCക്ക് തീരാനഷ്ടമെന്ന് KMCC ജില്ലാ കമ്മിറ്റി അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് ഏകീകരണത്തിൽ വീഴ്ച സംബന്ധിച്ച് CPIM-ഉം സർക്കാരും. അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് കൃത്യമായ മറുപടിയില്ല. മാർക്ക് സമീകരണത്തിൽ മുൻകൂട്ടി തീരുമാനം വേണ്ടിയിരുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സമ്മതിച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം റദ്ദാക്കേണ്ടി വന്നത് സർക്കാരിന് വൻ തിരിച്ചടിയാണ്. അവധാനതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് സമീകരണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്ത ജൂൺ 30 മന്ത്രിസഭാ യോഗത്തിൽ പല മന്ത്രിമാരും എതിർപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാരുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. മന്ത്രി മാധ്യമങ്ങളെ പഴിചാരി വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അത് തുറന്നു സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് CPIM സർക്കാർ നൽകുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാർ. ഷോൺ ജോർജ്, മുൻ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. 24 ബ്രേക്കിംഗ്. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരും ഉൾപ്പെടുന്നതാണ് പുതിയ ടീം. PK കൃഷ്ണദാസ് പക്ഷത്തെ കരുത്തൻ MT രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ പുതിയ ജനറൽ സെക്രട്ടറിമാർ. S സുരേഷും അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ P സുധീറിനെയും C കൃഷ്ണകുമാറിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് വെട്ടി പകരം വൈസ് പ്രസിഡന്റുമാരാക്കി. 10 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിൽ ഷോൺ ജോർജും മുൻ DGP R ശ്രീലേഖയും ഉൾപ്പെടുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ സലാം, K സോമൻ, KK അനീഷ് കുമാർ എന്നിവരാണ് മറ്റു വൈസ് പ്രസിഡന്റുമാർ. അശോകൻ കുളനട, K രഞ്ജിത്ത്, രേണു സുരേഷ്, VV രാജേഷ്, പന്തളം പ്രതാപൻ, ജിജി ജോസഫ്, MP ഗോപകുമാർ, പൂന്ത്ര ശ്രീകുമാർ, P ശ്യാംരാജ്, MP അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ. E കൃഷ്ണദാസ് ട്രഷററും TP ജയചന്ദ്രൻ മുഖ്യ വക്താവുമാണ്. നഷ്ടം നേരിട്ടതിൽ AN രാധാകൃഷ്ണൻ വിഭാഗവും ഉൾപ്പെടുന്നു. മധ്യകേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണനെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കി. ഭാരവാഹി പട്ടിക സംബന്ധിച്ച് വി മുരളീധര പക്ഷത്തിന് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ പാളയത്തിൽ പടയും തുടങ്ങി. BJP സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ലെഫ്റ്റ് അടിച്ചു. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.
ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറ്റോർണി ജനറൽ വിവരങ്ങൾ തേടി. നയതന്ത്ര ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതികരണം. നിമിഷപ്രിയ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ ഓഫീസ് തേടിയത്. കേസിന്റെ അടിയന്തര പ്രാധാന്യം മുൻനിർത്തി സ്ഥിതിവിവര റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആക്ഷൻ കൌൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ചയും ശനിയും ഞായറും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. യമനിൽ വ്യവസായമുള്ള മലയാളി വിഷയത്തിൽ ഇടപെടാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭർത്താവ് ടോമി തോമസ്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടി സാറും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാദനം സംബന്ധിച്ച ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി. 24 ബിഗ് ബ്രേക്കിംഗ്. യുഎയിലെ ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശം. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭർത്താവ് നിധീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ ഇവർ 3 പേരുമാണ് തന്റെ മരണത്തിൽ പ്രതികളെന്നാണ് വിപഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായി പീഡിപ്പിച്ചു. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി. ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾക്കു വേണ്ടി കൂടിയാണ് തന്നെ കല്യാണം കഴിച്ചതെന്ന മറുപടിയെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിച്ചെന്നും പക്ഷേ ഇനി വയ്യെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഭർത്താവ് നിധീഷിൽ നിന്നുമേറ്റ ശാരീരിക പീഡനങ്ങളുടെ ചിത്രങ്ങളും വിപഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മകൾ നേരിട്ട പീഡനങ്ങൾ തന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് വിപഞ്ചികയുടെ അമ്മ ശൈലജ. നിധീഷിന്റെ പിതാവ് മോഹനൻ തന്നോടും മോശമായി പെരുമാറിയതായും ശൈലജ. അയാൾ എന്നോട് വൃത്തിയായിട്ട വർത്താനം പറഞ്ഞു. 61 വയസ്സായി എനിക്ക് ഒരു മനുഷ്യൻ ഇന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയില്ല. അയാൾ പറഞ്ഞ ഒരു വൃത്തികേടുണ്ടല്ലോ, ഞാൻ എന്നിട്ടും മറച്ചു വെച്ച് എന്റെ മോളെ അറിയിച്ചില്ല. കാര്യം ഇനി അതും പറഞ്ഞ് അവരെ കുടുംബം തകരണ്ടാന്ന്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനുള്ള നിധീഷിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ബന്ധുവും പ്രതികരിച്ചു. നമ്മൾ ബന്ധപ്പെട്ട എല്ലാവർക്കും, പോലീസ് മേധാവികൾക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർക്കും MP-മാർക്കും എല്ലാം പരാതി നൽകും. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിക്കും നോർക്ക റൂട്ട്സിനും എല്ലാം നമ്മൾ ഇമെയിൽ മുഖാന്തരം പരാതി നൽകുകയും അവർക്ക് സാധനം പരാതി ലഭിച്ച അതിന്റെ അക്നോളജ്മെന്റ് വന്നിട്ടുള്ളതാണ്. നടപടികൾ പൂർത്തിയാക്കി അടുത്തയാഴ്ചയാകും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. ഭർത്താവ് നിധീഷിനും സഹോദരി നീതുവിനും പിതാവ് മോഹനനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ വിപഞ്ചിക വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിപഞ്ചികയുടെ ഈ വെളിപ്പെടുത്തലുകളൊക്കെയും അമ്മ ശൈലജ ശരിവെക്കുന്നു. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ച അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരുക്ക്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടമെന്ന പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരുക്കേറ്റ അമ്മയെയും 2 കുട്ടികളെയും എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. നിതരംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ചിറ്റൂരിൽ ഇന്ന് വൈകിട്ട് അതിദാരുണമായ അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ 4 പേരിൽ 3 പേരെയും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ അവരെ ചികിത്സയ്ക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ എമി, അതോടൊപ്പം തന്നെ ആൽഫ്രഡ് മാർട്ടിൻ, കൂടാതെ കുട്ടികളുടെ അമ്മയായ എൽസി മാർട്ടിൻ എന്നിവരെയാണ് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം എമിയെയും അതിനുശേഷം ആൽഫ്രഡിനെയും എത്തിച്ചു. പിന്നീടാണ് അമ്മ എൽസി എത്തിച്ചത്. 3 പേരുടെയും നില അതീവ ഗുരുതരമാണ്. ഏതാണ്ട് 70% പൊള്ളലേറ്റുവെന്നാണ് ഇവരെ കൊണ്ടുവന്ന ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കിയത്. പൊള്ളലടക്കമുള്ള അപകടങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ പാലക്കാട് നിന്ന് രാത്രി വൈകി ഇവിടെ എത്തിച്ചത്. എന്തായാലും 3 പേരുടെയും ചികിത്സ ഇപ്പോൾ ആരംഭിച്ചു. അതിനുശേഷം മാത്രമേ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇവരെ എത്തിച്ചവർ
വ്യക്തമാക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സാഹചര്യം, ഇവരെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊണ്ടുവരുമ്പോൾ ഒരു 60% ബേൺ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടിയുടെ. മറ്റേ രണ്ടാമത്തെ ആൾക്ക് ഉണ്ടായിരുന്നു 70% അടുത്തുണ്ടായിരുന്നു. ഗുരുതരം അമ്മയാണല്ലേ? അതെ, അമ്മയ്ക്കാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്, പൊള്ളലേറ്റിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചികിത്സ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞോ? ഇല്ലില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്തായാലും അല്പസമയം മുമ്പാണ് അമ്മയും ഇവിടെ എത്തിച്ചത്. അവരുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി ആണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. കാർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. അതിനുശേഷം ആദ്യം പല്ലന ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നീടാണ് ഏതാണ്ട് 7:30 തന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും വൈകാതെ അവരുടെ ചികിത്സ ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അധികം വൈകാതെ ഇവരുടെ ആരോഗ്യനില എപ്രകാരമാണെന്ന വിവരം നമുക്ക് ലഭ്യമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബേണിംഗ് ICU സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റിയത്. നിലവിലിപ്പോൾ ഇവരുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഇവിടെയുണ്ട്, അടുത്ത ബന്ധുക്കളും ഇവിടെയുണ്ട്. അതിദാരുണമായ അപകടമാണ് ഇന്ന് വൈകിട്ട് പാലക്കാട് ചിറ്റൂരിൽ നടന്നത്. തനിക്കും വകുപ്പിനുമെതിരെയുള്ള വിമർശനങ്ങളിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനുമെതിരെ തുറന്നടിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. ജോസ് കെ മാണി മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന് AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണമെന്നും മന്ത്രി വിമർശിച്ചു. 24 എക്സ്ക്ലൂസീവ്. അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാ പാർട്ടികളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവ മുന്നണി ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തീരുമാനത്തിന് വിധേയമായി മാത്രമാണ് എല്ലാ കക്ഷികളും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് വളരെ പക്വതയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പരസ്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നിരന്തരമായി ഉയരുന്ന വിമർശനങ്ങളിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ജോസ് കെ മാണിയുടെ പേരെടുത്തു പറഞ്ഞാണ് മന്ത്രി വിമർശനത്തിന്റെ കടുപ്പമേറ്റിയത്. പക്വതയോടെ വിമർശനം ഉന്നയിക്കണമെന്നും AK ശശീന്ദ്രൻ. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ വകുപ്പിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദിയുണ്ട്. ആ വേദി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കാൻ കഴിയുക. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ആ പരിധി ലംഘിച്ചെന്നും AK ശശീന്ദ്രൻ തുറന്നടിച്ചു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണം. മുന്നണി മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ചാണോ എൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനാണ് വിലയിരുത്തേണ്ടത്. എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും NCP തീരുമാനിച്ചിട്ടുണ്ട്. 24നോട് നടത്തിയ AK ശശീന്ദ്രന്റെ പ്രതികരണം LDFനകത്തും ചർച്ചകൾക്ക് വഴിവെച്ചു. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. ഭരണപ്രതിസന്ധിയിൽ കുഴഞ്ഞുമറിഞ്ഞു കേരള സർവകലാശാല. VC നിയമിച്ച രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ല എന്നറിയിച്ച് കത്ത് നൽകി. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ തിരിച്ചയച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം VC തള്ളി. വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ചുമതല ഒഴിയുന്നു. രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ഇന്ന് രാവിലെ രജിസ്ട്രാർ എന്ന നിലയിൽ മിനി കാപ്പൻ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി. അതിനിടെ ഡോക്ടർ KS അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവമുള്ള ഫയലുകളടക്കം VC മടക്കി. വരട്ടെ നോക്കാമെന്നായിരുന്നു ഫയൽ നീക്കത്തെക്കുറിച്ചുള്ള രജിസ്ട്രാറുടെ മറുപടി. വരട്ടെ നോക്കാം. VC ഓഫീസിൽ എത്താത്തതിൽ പ്രതിഷേധിച്ച് SFI രംഗത്തെത്തി. കേരള യൂണിവേഴ്സിറ്റി VC എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. VC തിങ്കളാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് വിവരം. സർവകലാശാലകളിൽ ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് VCമാർ പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ MP. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നുമാണ് ലണ്ടനിലെ പ്രഭാഷണത്തിൽ ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നുവെങ്കിൽ പാർട്ടി വിടണമെന്നാണ് ശശി തരൂരിന് K മുരളീധരന്റെ മറുപടി. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ. വിദേശ നയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ
ഭരണമാറ്റമുണ്ടായതിനാലാണ് ഇത് സാധ്യമായതെന്നും തരൂർ. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. തരൂരിന്റെ മോദി പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിക്കുക. ശശി തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച CPIയും രംഗത്തെത്തി. BJPക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട വർത്തമാനപരത്തിനാളെ സ്വന്തം പാർട്ടിയുടെ അത്യുന്നതമായ വർക്കിംഗ് കമ്മിറ്റി മാറ്റുന്ന പാർട്ടിയെ പറ്റി നാം പറയുന്നു ആ കഷ്ടമെന്ന്. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, സമയമാകുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കാം. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയെ വീണ്ടും പ്രകോപനത്തിലാക്കി തരൂരിന്റെ മോദി പ്രശംസ. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന അപകടത്തിലേക്ക് നയിച്ചത് എഞ്ചിനിലേക്കുള്ള ഇന്ധനയൊഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണെന്ന് റിപ്പോർട്ട്. ഇതോടെ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ വിദഗ്ധരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണലിന്റേതാണ് റിപ്പോർട്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ AI-171 വിമാനത്തിന്റെ റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതായുള്ള വിവരം പുറത്തു വന്നിരുന്നു. വിമാനത്തിന് ആവശ്യമായ ഊർജ്ജം നഷ്ടമാകുന്ന ഘട്ടത്തിലാണ് റേറ്റ് ആക്ടിവേറ്റ് ആവുക. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതായാണ് കണ്ടെത്തൽ. ഇത് 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന ഒഴുക്ക് നിലയ്ക്കുന്നതിന് കാരണമായി. ഇതോടെ വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലോ പൈലറ്റുമാർ സ്വിച്ചുകൾ വീണ്ടും ഓണാക്കാൻ ശ്രമിച്ചോ എന്നതിലോ വ്യക്തതയില്ല. വിമാനാപകടത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള US വിദഗ്ധരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചതായി വാൾസ്ട്രീറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിന് പെട്ടെന്ന് ത്രസ്റ്റ് നഷ്ടപ്പെടാൻ കാരണം എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായത് എന്നാണ് വിലയിരുത്തൽ. 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകാനുള്ള കാരണം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് നിലവിൽ പരിശോധിക്കുന്നത്. 24 ഡൽഹി. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം കുറിച്ച ആക്സിയം 4 ദൌത്യത്തിന് പരിസമാപ്തിയാകുന്നു. നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4-അംഗ ദൌത്യസംഘം തിങ്കളാഴ്ച വൈകിട്ട് ഭൂമിയിലേക്ക് മടങ്ങും. നേരത്തെ നിശ്ചയിച്ചതിനോട് 3 ദിവസം കൂടി അധികമായി ഉൾപ്പെടുത്തി 17 ദിവസം നീണ്ട ദൌത്യമാണ് പൂർത്തിയാവുന്നത്. 31 രാജ്യങ്ങളിലെ വിവിധ ശാസ്ത്ര ഗവേഷണ ഏജൻസികളും സ്ഥാപനങ്ങളും നിർദ്ദേശിച്ച 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൌത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ISRO നിർദ്ദേശിച്ച 7ഓളം പരീക്ഷണങ്ങൾക്ക് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നേതൃത്വം നൽകി. സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയെന്ന പരീക്ഷണമാണ് ശുഭാംശു ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയത്. മനുഷ്യന്റെ ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഭൂമിക്കപ്പുറത്തെ ദീർഘകാല വാസത്തിനും മുതൽക്കൂട്ടാകുന്ന പരീക്ഷണങ്ങളിലാണ് സംഘാംഗങ്ങൾ കൂടുതൽ സമയവും വ്യാപൃതരായത്. ആക്സിയം 4 ദൌത്യത്തിലെ 4 പേരും എക്സ്പെഡീഷൻ 73 ദൌത്യത്തിലെ 7 പേരുമടക്കം 11 പേരാണ് നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ളത്. ആക്സിയം സംഘത്തിന്റെ മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഇന്നലെ 2 സംഘങ്ങളും ചേർന്ന് നിലയത്തിൽ അത്താഴ വിരുന്നൊരുക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരും അവരുടെ തദ്ദേശീയ വിഭവങ്ങൾ നിലയത്തിലെ തീൻമേശയിൽ വിളമ്പി. ക്യാരറ്റ് ഹൽവയാണ് ശുഭാംശു സഹയാത്രികർക്കായി വിളമ്പിയത്. വിരുന്നിന്റെ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ചിക്കൻ, ബീഫ് വിഭവങ്ങളും കേക്കും കോക്ടെയിലുമൊക്കെ മറ്റു യാത്രികർ വിരുന്നിൽ ഉൾപ്പെടുത്തി. ബഹിരാകാശത്തെ മാനവികതയുടെ പ്രതീകമെന്നാണ് പരസ്പരം ഭക്ഷണം പങ്കുവച്ചുള്ള വിരുന്നിനെ എക്സ്പെഡീഷൻ 73 അംഗമായ ജോണി കിം വിശേഷിപ്പിച്ചത്.
തിങ്കളാഴ്ച വൈകിട്ട് 4:35-നാണ് ആക്സിയം 4 സംഘത്തിന്റെ മടക്കയാത്ര ആരംഭിക്കുക. സംഘത്തെ നിലയത്തിലെത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് മടക്കം. നിലയത്തിൽ എത്തിയ ശേഷം ഗ്രേസ് എന്ന പേരാണ് ഡ്രാഗൺ പേടകത്തിന് സംഘം നൽകിയത്. ദൗത്യം പൂർത്തിയാക്കിയെത്തുമ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. സയൻസ് ഡെസ്ക് 24. പേരുമാറ്റി സീനുകൾ വെട്ടി പുതുക്കിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പതിപ്പിൽ തൃപ്തി രേഖപ്പെടുത്തി സെൻസർ ബോർഡ്. അന്തിമ അനുമതിക്കായി തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് സിനിമയുടെ പതിപ്പ് മുംബൈ CBFC ഓഫീസിലേക്ക് അയച്ചു. പ്രദർശനാനുമതി നൽകിയാൽ ഉടൻ തിയേറ്ററുകളിൽ എത്തിക്കാമെന്ന നിലപാടിലാണ് അണിയറ പ്രവർത്തകർ. ഹൈക്കോടതിയിലെ ധാരണ പ്രകാരമാണ് പേരുമാറ്റമെന്ന നിലപാടിലേക്ക് അണിയറ പ്രവർത്തകരെത്തിയത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന തലക്കെട്ടിലാണ് ചിത്രം തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് അയച്ചത്. കോടതി രംഗങ്ങളിലെ ഭാഗത്ത് ജാനകി എന്ന പേര് പൂർണ്ണമായി മ്യൂട്ട് ചെയ്തതും പേര് മാറ്റിയതുമായ പതിപ്പിനാണ് റീജിയണൽ സെൻസർ ബോർഡ് OK എന്നറിയിച്ചിരിക്കുന്നത്. പിന്നാലെ അന്തിമാനുമതിക്കായി മുംബൈയിലെ CBFC ഓഫീസിലേക്ക് അയച്ചു. 7 ഭാഗങ്ങളിൽ മ്യൂട്ട് ഏർപ്പെടുത്തിയും ടൈറ്റിലിൽ ജാനകി വി എന്നാക്കിയതുമായ പതിപ്പാണ് സെൻസർ ബോർഡിന് നൽകിയിരുന്നത്. തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിൽ വിശദമായി സിനിമ പരിശോധന ശേഷമാണ് തീരുമാനം. പ്രദർശനാനുമതി ലഭിച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളായി തിയേറ്ററിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് നിർമ്മാതാക്കൾ. അതേസമയം ചിത്രത്തിന്റെ നിർണായക രംഗങ്ങളിലെ മ്യൂട്ട് പശ്ചാത്തലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സംവിധായകൻ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വിഷയത്തിൽ ഇന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. YS അഭിനന്ദ്, 24, കൊച്ചി. MDMA കൈവശം വെച്ചതിന് കൊച്ചിയിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസ് നടത്തിയിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടം. സിനിമാ മേഖലയിലുള്ളവർക്ക് ഉൾപ്പെടെ സ്ഥിരമായി രാസലഹരി എത്തിച്ചു നൽകിയിരുന്നത് റിൻസി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിൻസി നടത്തിയ ലഹരി ഇടപാടുകളുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പോലീസിന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം കൊച്ചി പാലച്ചുവടിലെ വീട്ടിൽ വെച്ചാണ് റിൻസി മുംതാസ്, യാസർ അറഫത്ത് എന്നിവരെ MDMAയുമായി പോലീസ് പിടികൂടിയത്. ഇരുവരും പണം കൈകാര്യം ചെയ്തതിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചു. വയനാട് നിന്ന് പിടികൂടിയ ലഹരി സംഘമാണ് റിൻസിയുടെ ഇടപാടുകളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. സിനിമാ മേഖല കേന്ദ്രീകരിച്ചും റിൻസി വൻ ലഹരി കച്ചവടം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മാരക ലഹരി മരുന്നുകൾ എത്ര അളവിൽ വേണമെങ്കിലും നൽകാമെന്ന് റിൻസി വാട്സ്ആപ്പ് ചാറ്റിൽ ഇടപാടുകാരോട് പറയുന്നുണ്ട്. DJ പാർട്ടികളിലാണ് റിൻസി കൂടുതൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്നും വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെ വ്യക്തമാണ്. അതേസമയം റിൻസി മുംതാസ് ജോലി ചെയ്തിരുന്ന ഒബിസ്ക്യൂറ എന്ന സ്ഥാപനം വിശദീകരണവുമായി രംഗത്തെത്തി. ലഹരി ഇടപാട് നടന്നത് അറിയില്ലായിരുന്നുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്ഥാപനം വ്യക്തമാക്കി. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ കമ്പനിക്കോ യാതൊരുവിധ ബന്ധവുമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ കമ്പനിയാണ്, കമ്പനിയുടെ ഇതിലാണ്, കമ്പനി റെന്റ് ഔട്ട് എടുത്ത് കൊടുത്ത വീട്ടിൽ ഫ്ലാറ്റ്, അങ്ങനെ ഒരു സാധനമില്ല. കമ്പനി റെന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടില്ല. S ശ്യാംകുമാർ, 24, കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബാങ്കിന്റെ ഒഴിപ്പിക്കൽ നടപടിക്കിടെ പൊള്ളലേറ്റ് മരിച്ച മാതാപിതാക്കളുടെ കല്ലറ പൊളിക്കാനൊരുങ്ങി മകൻ. ഭൂമിയുടെ അവകാശം അയൽവാസിയുടേതാണെന്ന കോടതി വിധിക്ക് പിന്നാലെയാണ് മകൻ രഞ്ജിത്തിന്റെ പ്രതിഷേധം. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ല എന്നാരോപിച്ച് രഞ്ജിത്ത് ബാങ്ക് രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിച്ച് പ്രതിഷേധിച്ചു. എന്റെ അമ്മയും കൂടെ മരിക്കാവുള്ളൂ. നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്. നിങ്ങളെല്ലാവരും കൊന്നത്. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ഈ ദൃശ്യം അന്ന് കേരളമാകെ ചർച്ച ചെയ്തതാണ്. 2020 ഡിസംബർ 28-നായിരുന്നു സംഭവം. പിന്നാക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങി. ഒഴിപ്പിക്കൽ നടപടിക്കിടെ രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചു. പിടിച്ചുമാറ്റുന്നതിനിടെ തീ പടർന്ന് രാജനും അമ്പിളിയും മരിച്ചു. പിന്നാലെ സർക്കാർ സഹായധനം ഉൾപ്പെടെ അനുവദിച്ചിരുന്നു. വിവാദ ഭൂമിയിൽ തന്നെയാണ് രാജന്റെ മക്കൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വസ്തു വസന്തയുടേത് തന്നെയെന്ന് വീണ്ടും വിധി വന്നു. ഇതോടെയാണ് മകൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എനിക്ക് എൻ്റെ അപ്പനെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരെ കൊന്നിട്ട് അവരെ പേരിൽ ഒരു നടപടി എടുത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, സ്ഥലവും വേണ്ട, വീടും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാനല്ലേ എൻ്റെ അമ്മയും അപ്പനെ ഇവിടെ അടക്കിയ, ഞാൻ നിന്നെ പൊളിച്ചു മാറ്റാം. നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ ഗവൺമെന്റ്? പാവങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക സർക്കാർ. ഞാൻ പറയല്ലോ, സർക്കാരില്ലായ്മ അത് തന്നെ. വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ട് ഉന്നത കോടതികളെ സമീപിക്കുന്നത് ആലോചനയിലുണ്ട്. 24, തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.